സോ ലെവർകൂസൻ ലീഗിൽ അൺബീറ്റൺ ആയി തന്നെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ ലാസ്റ്റ് 2 മാച്ചസിൽ കൊണ്ടേ കളയുമോ എന്നുള്ള പേടി ഫാൻസിനും ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. അൺബീറ്റൺ 28 വിജയം, 6 ഡ്രോ, 0 ലോസസ്, 84 ഗോൾ സ്കോർ, 29 ഗോൾസ് കൺസീഡഡ്. ഒന്നും പറയാനില്ല. 51 ഗെയിംസ് അൺബീറ്റഡ് റൺ അക്രോസ് ഓൾ കോമ്പറ്റീഷൻ. ഒന്നൊന്നര പോക്കാണ് സാബി അലോൺസിന്റെ ടീമും പൊക്കോണ്ടിരിക്കുന്നത്. ഇന്നലെ ഓക്സ്ബർഗിനെ 2-1 തോപ്പിച്ചു. ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ അടിച്ചു. സെക്കൻഡ് ഹാഫിൽ അവന്മാർ ഒരു ഗോൾ അടിച്ചെങ്കിലും സേഫായിട്ട് തന്നെ ജയിച്ചു. ആൻഡ് ഇനിയുള്ളത് DFB പോക്കൽ ഫൈനലാണ്. അത് ബുണ്ടസ്ലീഗ സെക്കൻഡ് ഡിവിഷനിൽ 15ാം സ്ഥാനത്ത് കിടക്കുന്ന FC, ഫുൾ നെയിം എന്താണ് മറന്നുപോയി, ആ ഒരു ടീമിന് അഗേൻസ്റ്റും പിന്നെ ഫൈനല് അഗേൻസ്റ്റ് യൂറോപ്പ ലീഗ് അഗേൻസ്റ്റ് നമ്മുടെ അറ്റലാന്റ, ഗ്യാസ്പ്രീനിയുടെ അറ്റ്ലാന്റയ്ക്ക് അഗേൻസ്റ്റുമാണ്. പ്രോബ്ലി അക്രോസ് ഓൾ കോമ്പറ്റീഷൻ, ഡൊമസ്റ്റിക് കപ്പ് കോമ്പറ്റീഷൻ, ലീഗ് കോമ്പറ്റീഷൻസ് ആൻഡ് യൂറോപ്യൻ കോമ്പറ്റീഷനിൽ അൺബീറ്റനായി എൻഡ് ചെയ്യുക എന്നുള്ള ഒരു അപൂർവ റെക്കോർഡ് സാബി അലോൺസിനെയും ടീമിനെയും കാത്തിരിക്കുന്നുണ്ട്. സോ വാട്ട് സാബി അലോൺസോ ജോക്കല്ല, എന്തൊക്കെ പറയാനും ജോക്കല്ല. ബയറിന്റെ ആധിപത്യമുള്ള ലീഗിൽ വന്നിട്ട് ഫസ്റ്റ് അടിക്കുന്നു. ഒന്നും പറയാനില്ല ബ്രോ, ഇറ്റ്സ് എ മിറക്കിൾ അല്ലേ. ഇതും ജസ്റ്റ് അടിക്കുകയല്ല, അൺബീറ്റൺ ആയിട്ട് അടിക്കുക. 17 തവണയോടെ 90 മിനിറ്റിന് ശേഷം കമ്പാക്ക് നടത്തുക, ഇറ്റ്സ് ഗോൾ അടിക്കുക. ഇതൊരു സാബി അലോൺസോ ആ ടീമിനെ സെറ്റപ്പ് ചെയ്യുന്ന രീതി റിയലി ഗ്രേറ്റ്. നമുക്ക് ഫർദർ അനാലിസിസ് ഈ സ്ക്വാഡിനെ കുറിച്ചൊക്കെ എന്തായാലും നടത്തിയേ പറ്റൂ. എങ്ങനെ അവർ ഈ സീസൺ മുന്നോട്ട് പോയി അതൊരു ക്ലിയർ മിറക്കിളാണ്. അത് മിക്കവാറും ഇതിൻ്റെ ഈ സീസണെ കുറിച്ചൊക്കെ ഒരു ഡോക്യുമെൻ്ററിയൊക്കെ എന്തായാലും ഉണ്ടാക്കിയേ പറ്റൂ. അതുപോലെ തന്നെ എവറി ഫുട്ബോൾ ഫാൻ വിൽ ലവ് ദാറ്റ് ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയേ പറ്റൂ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്, നെക്സ്റ്റ് സീസണിലോട്ട് വരുമ്പം സാബി അലോൺസോനുള്ള പ്രഷർ വളരെ ഹൈ ആയിരിക്കും. ഈ ഒരു സെയിം പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വളരെ പാടുമായിരിക്കും. സോ എന്നാലും നമ്മൾ പറയത്തില്ലേ, ഓവർ എക്സ്പെക്ടേഷൻ ആയിരിക്കും ഇനി സാബി അലോൺസോയുടെ വില. എങ്ങനെ ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യുമെന്ന് നോക്കാം. കൂടാതെ അവരുടെ മിക്ക താരങ്ങളിലും പല വമ്പൻ ക്ലബ്ബുകളും നോട്ടം ഇട്ടിട്ടുണ്ട്. പ്രോബ്ലി അവിടുന്ന് താരങ്ങൾ പോകുമെന്ന് കണ്ടു നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലാണ് ലെവർകൂസൻ ഈ സീസൺ എൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റുട്ട്ഗാർട്ടാണ് ഈ സീസൺ സെക്കൻഡ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ വീണ്ടും ബയൺ മ്യൂണിക്ക് തോറ്റു. 2 ഗോളിൽ ലീഡ് എടുത്തിട്ട് അതുകൊണ്ട് തോൽപ്പിച്ച് 4-2 തോറ്റു. ഫിനിഷ് തേർഡ്. തോമസ് ട്വിച്ചർ പോവാണ്. ട്വിച്ചർ അവിടെ റിന്യൂ ചെയ്യത്തില്ല, അഥവാ ഡിസിഷൻ മാറ്റത്തില്ല എന്ന് ബോർഡും തീരുമാനം എടുത്തിരിക്കുകയാണ്. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. സോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന പ്രകാരം ന്യൂ കോച്ചിന് വേണ്ടി ബയൺ മ്യൂണിക്ക് ഹണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നല്ല, നേരത്തെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ആ ന്യൂ കോച്ചിന്റെ കാര്യം പറയുമ്പോൾ പുതിയൊരു വാർത്ത, അപ്രതീക്ഷിതമായ വാർത്തയായിരുന്നു. സോ നെക്സ്റ്റ് സീസൺ ബ്രൈറ്റണിൽ തന്നെ ആയിരിക്കും ഡിസർബി നിൽക്കുക എന്നായിരുന്നു ന്യൂസുകൾ വന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം, ഡിസർബിയിൽ ഒരു റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു. ഒരു 20 മുതൽ 20 മില്യൺ 25 മില്യൺ എങ്ങാണ്ടുണ്ടെന്ന് പറഞ്ഞ റൂമേഴ്സ് ഉണ്ടായിരുന്നു. 20 മില്യൺ എങ്ങാണ്ടാണെന്നാണ് കൂടുതൽ കേട്ടത്. സോ 20 മില്യൻ്റെ ആ ഒരു റിലീസ് ക്ലോസ് അടച്ച് പുള്ളീനെ മേബി ഏതൊരു ക്ലബിന് എടുക്കാമെന്ന് പറഞ്ഞ ന്യൂസുകളുണ്ടായിരുന്നു. കൂടാതെ ബ്രൈറ്റണിൽ താൻ മുന്നോട്ട് നോക്കുകയാണ് അടുത്ത സീസൺ എന്നുള്ള രീതിയിൽ ഡിസർബി പറഞ്ഞിരുന്നു. പക്ഷെ പെട്ടെന്ന് വന്നിട്ട് ബ്രൈറ്റണും സാക്ക് നല്ല ഒരു മ്യൂച്വലി അഗ്രി ചെയ്ത് പാർട്ട് ചെയ്യുവാണെന്നാണ് ന്യൂസുകൾ കേൾക്കുന്നത്. സോ പല സ്പെക്കുലേഷൻസും വരുന്നുണ്ട്. ഇത് വന്ന ഉടനെ കേട്ടത് ബയൺ മ്യൂണിക്ക് താരത്തിന് മേൽ വരും, സോ താരം കോച്ചിന് മേൽ വരും. ബയൺ മ്യൂണിക്ക് ആണ് ഈ കളി കളിച്ചത്. ഡിസർബി ബയൺ മ്യൂണിക്കുമായിട്ട് പേഴ്സണൽ ടൈംസും ഡിസ്കഷനും മറ്റും നടത്തി. അത് ബ്രൈറ്റൺ ഇഷ്ടപ്പെട്ടിട്ടില്ല. കൂടാതെ ഡിസ്കഷൻ നടത്തി ഒരു ടേംസിലെത്തി. ബ്രൈറ്റൺ അത് നല്ല രീതിയിൽ പോയിട്ടില്ല. കൂടാതെ ബ്രൈറ്റണും ഡിസർബിയായിട്ട് എന്തോ ക്ലോസ് ഉണ്ടായിരുന്നു. മ്യൂച്വലി അഗ്രി ചെയ്ത് ഒരു ക്ലബിലോട്ട് പോവുകയാണെങ്കിൽ റിലീസ് ക്ലോസ് വേണ്ട, എന്നെ മ്യൂച്വലി വിടണം എന്നൊക്കെ പറഞ്ഞ് ക്ലോസ് ഉള്ളതൊക്കെ ആയിട്ട് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കുറേ ബുൾഷിറ്റുകളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്താണ് എക്സാക്ട് റീസൺ ഫോർ ഇങ്ങനെ ടെർമിനേറ്റ് നല്ല മ്യൂച്വലി അഗ്രി ചെയ്ത് പോകുന്നതെന്ന് അറിയത്തില്ല. ഇനിയും വല്ലതും ക്ലോസ് വെച്ചിട്ടുണ്ടോ, അതോ എനിത്തിങ് ബിഹൈൻഡ് ദ സീൻസ് വല്ലതും കളി നടന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. സോ കുറേ വാർത്തകൾ അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്. സോ ബയൺ മ്യൂണിക്കുമായിട്ടായിരുന്നു ഇന്നലെ ഫുള്ള് രാത്രി ലിങ്ക്സ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഫബ്രീസിയോ റൊമാനോ ക്ലിയർലി വന്ന് പറഞ്ഞിട്ടുണ്ട്, ബയൺ മ്യൂണിക്കിൻ്റെ ലിസ്റ്റിൽ ഡിസർബി ഇപ്പോൾ ഇല്ല. ഡിസർബി ബയൺ മ്യൂണിക് ടോക്സ് 2 വീക്സോ അങ്ങോട്ട് 2 ആഴ്ച മുമ്പ് വെച്ച് തന്നെ നിർത്തിയതാണ്. അവർ ഡിസിഷൻ എടുത്തതാണ് ബയൺ മ്യൂണിക് ഡിസർബി ആയിട്ട് പോകുന്നില്ല എന്ന്. കൂടാതെ ബയൺ മ്യൂണിക്കിൻ്റെ ഡയറക്ടറും മറ്റുമൊക്കെ വന്ന് ക്ലിയർലി പറഞ്ഞു, ഇറ്റാലിയൻ കോച്ചിനെ ഞങ്ങൾ നോക്കുന്നില്ല, അതായത് ഡിസർബിനെ ഞങ്ങൾ നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. സോ ഡിസർബി ടു ബയൺ മ്യൂണിക് നടക്കത്തില്ല എന്നാണ് റിലയബിൾ ആയ സോഴ്സുകൾ മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ എന്താണ് കളി നടക്കുന്നത്? ഇപ്പം വേറൊരു റൂമർ കേൾക്കുന്നത് FC ബാർസലോണ ഇത് കളിക്കുന്നുള്ളതാണ്. കാരണം ലപ്പോട്ട സാവി ഇൻസിഡന്റ് അറിഞ്ഞല്ലോ. സോ ലപ്പോട്ടയ്ക്ക് സാവിനെ സാക്ക് ചെയ്തിട്ട് പകരം റാഫേ മാർക്കസിനെ കൊണ്ടുവരുവാണെങ്കിൽ അത് മെജോറിറ്റി ഫാൻസിനിടയിൽ നല്ല രീതിയിൽ പോത്തില്ല.
സോ സാവിനെ സാക്ക് ചെയ്തിട്ട് അതിനേക്കാളും പ്രോബിൾ അതിനേക്കാളും ഒരു ഹൈപ്പ് നിൽക്കുന്ന ഒരു കോച്ച് എന്ന് കൊണ്ടുവരാനായിട്ടാണ് ലപ്പോർട്ട പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡിസെർബിയായിട്ട് എന്തോ ഒരു ഡീൽ നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് റൂമറുകൾ കേൾക്കുന്നുണ്ട്. നമുക്കറിയാം ഡിസെർബി റിസ്കി അപ്പോയിൻമെൻ്റ് ആണ്, വളരെ റിസ്കി ആയിട്ടൊരു അപ്പോയിൻമെൻ്റ് ആണ്. ക്ലിക്കായാൽ രക്ഷപ്പെട്ടു, ഒന്നൊന്നരായിട്ട് ഫാൻസിന് എൻജോയ് ചെയ്ത് കളി കാണാൻ പറ്റും. പക്ഷേ അതല്ല എങ്കിലും ഭയങ്കര റിസ്ക്കിയാണ്. ഇപ്പം ഈ സീസൺ നമ്മൾ കണ്ടു ബ്രൈറ്റൺ ശരിയാണ് ഇഞ്ചറി ഇഷ്യൂസും മറ്റുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓവറോൾ ഈ സീസണിൽ ബ്രൈറ്റൻ്റെ പെർഫോമൻസ് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു ഓവറോൾ നമ്മൾ നോക്കാനാണെങ്കിൽ. പക്ഷേ നമ്മൾ സ്പെയിനിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രീമിയർ ലീഗ് ഫോളോ ചെയ്യാത്ത ധാരാളം ഫാൻസ് ഉണ്ട്. സ്പാനിഷ് ലീഗ് മാത്രം ഫോളോ ചെയ്യുന്ന, പ്രീമിയർ ലീഗിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കാത്ത ധാരാളം ഫാൻസ് ഉണ്ട്. സോ അവരുടെ പ്രയോറിറ്റി എപ്പോഴും സ്പാനിഷ് ലീഗാണ്. അപ്പം അവർ നോക്കുമ്പം ഏറ്റവും കൂടുതൽ ഒരു ഹൈപ്പുള്ളൊരു കോച്ചാണ് ഡിസെർബി. സോ ഡിസെർബി നെക്സ്റ്റ് ബിഗ് തിങ്. ഡിസെർബിനെ ബയൺ നോക്കുന്നു, ഡിസെർബിനെ സിറ്റി പെപ്പ് പോയാൽ നോക്കുന്നു റൂമേഴ്സ്, ഡിസെർബിയായിട്ട് ലിവർപൂൾ ലിങ്ക്സ് കാണുന്നു, ഡിസെർബിനെ ചെൽസിക്ക് താല്പര്യം ഉള്ള ക്ലബ്ബുകളുമായിട്ടെല്ലാം ഡിസെർബി ലിങ്ക്ഡാണ്. അടുത്ത ബിഗ് തിങ് ഡിസെർബി അനാലിസിസ് വീഡിയോകൾ മൊത്തം യൂട്യൂബിൽ ഡിസെർബി എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ബിഗ് തിങ് അപ്കമിങ് മാനേജർ എന്ന് പറയുന്ന ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഹൈപ്പ് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ബാർസലോണ ശ്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. കാരണം ലപ്പോർട്ട സാവിനെ സാക്ക് ചെയ്യുന്നു, അത് ഇവൻ്റെ കുറേ ഫാൻസിനിടെ നല്ലപോലെ പോകത്തില്ല. പോയാൽ സാക്ക് ചെയ്താൽ പകരം റാഫ മാർക്കസിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ എന്നാ പറയുക ഓവറോൾ ഫാൻസിനിടയിൽ നല്ലപോലെ പോകുന്നില്ല. ഒന്ന് സാവി സാക്ക് തന്നെ പുള്ളി പേടിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് സം ഇഷ്യൂസ് ഫാൻസിനിടയിലൊക്കെ ഉള്ളതിൽ. കൂടാതെ പകരം റാഫ മാർക്കസിൻ്റെ സ്ഥാനത്ത് ഡിസെർബി ആണെങ്കിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് കുറച്ചുകൂടെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പ്രോബ്ലി പുള്ളി ഡിസെർബി ആയിട്ട് ടോക്സ് നടത്തിയോ എന്നൊന്നും ഒരു സോഴ്സും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു റിലയബിൾ സോഴ്സ് ഒന്നും വന്നിട്ട് ബാർസലോണ ഡിസെർബി ആയിട്ട് കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്തു, അതോ പേഴ്സണാലിറ്റീസ് അഗ്രി ചെയ്തു, അതാണ് ഡിസെർബി വിട്ടതെന്ന് പറഞ്ഞ് ഒന്നും ന്യൂസ് കേൾക്കുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ റൂമറുകളുണ്ട്, ചില സ്പാനിഷ് മീഡിയാസ് ഇങ്ങനത്തെ റൂമറുകൾ അടിച്ചു വിടുന്നുണ്ട്. സോ ഈ റൂമറിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അത് തള്ളിക്കളയുന്നുമില്ല. മേ ബി പോസിബിൾ ആയിരിക്കാം. സാവിയുടെ കാര്യങ്ങൾ അറിയാമല്ലോ ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. സോ കൂടാതെ ട്വിറ്ററുമായിട്ട് ബാർസ ലിങ്ക്സ് കാണുന്നുണ്ട്, ഫ്ലിക്കുമായിട്ടും ലിങ്ക്സ് കാണുന്നുണ്ട്. ഇപ്പം വീണ്ടും ഇഷ്യൂ വന്നതിന് ശേഷം ഉള്ള കോച്ചെല്ലാമായിട്ട് ബാർസലോണ ലിങ്ക്സ് കാണുന്നുണ്ട്. സോ ഡിസെർബി അങ്ങോട്ടാണ് പോകാനായിട്ട് ചാൻസ്. എനിക്ക് തോന്നുന്നു പേഴ്സണലി ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു പെട്ടെന്ന് മ്യൂച്വലി അഗ്രി ചെയ്തൊക്കെ മാറണമെങ്കിൽ ഡിസെർബിയുടെ മേൽ ഏതെങ്കിലും ഒരു ക്ലബ്ബ് നോട്ടമിട്ടിട്ടുണ്ടായിരിക്കും. അതോ ആൾ മേ ബി പേഴ്സണലി ബിഹൈൻഡ് ദ സീൻസ് ആ ക്ലബ്ബുമായിട്ട് ടോക്സ് നടത്തിയിട്ടുണ്ടായിരിക്കും. ഈ മൈറ്റ് ഹാവ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ബ്രൈറ്റനേക്കാളും മേലുള്ള ഒരു ക്ലബ്ബിലോട്ടായിരിക്കാം നമ്മൾ നീങ്ങാൻ സാധ്യത. അത് ഏതാണെന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ പറഞ്ഞു തരാം. ചിലപ്പോൾ ഇന്നത്തെ മാൻ യുണൈറ്റഡ് വേഴ്സസ് ബ്രൈറ്റൺ മാച്ചിന് ശേഷം പ്രോബബ്ലി പുള്ളി തന്നെ വന്ന് അനൗൺസ് ചെയ്തെന്ന് വരാം. നമുക്കൊന്നും അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്താ നടന്നതെന്നൊക്കെയുള്ള കാര്യം. അങ്ങ് നോക്കാം എന്തായാലും ഡിസെർബി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം. സോ ഇറ്റലിയിലോട്ടോ ആവാൻ സാധ്യതയുള്ള കാര്യമൊന്നുമില്ല. യുവൻഡസ് അതിലൂടെ ഞാൻ വരാം. യുവൻഡസ് വേറൊരാളെയാണ് നോക്കുന്നത്, തിയാഗോ മോട്ടോനെയാണെന്ന് അറിയാലോ. AC Milan നീഡ് എ കോച്ച് നെക്സ്റ്റ് സീസൺ, നാപ്പോളി നീഡ് എ കോച്ച് നെക്സ്റ്റ് സീസൺ, ബാർസലോണയ്ക്ക് നെക്സ്റ്റ് സീസൺ ഒരു കോച്ചിനെ വേണം. മാൻ യുണൈറ്റഡ് ഈസ് എ പോസിബിലിറ്റി. എറിക് ടെൻ ഹാഗ് സാക്കിനെ കുറിച്ച് നല്ല സ്ട്രോങ് റൂമേഴ്സ് വരുന്നുണ്ട്. മാൻ യുണൈറ്റഡ് ഈസ് എ പോസിബിലിറ്റി. ചെൽസിനോ ഐ തിങ്ക് പൊച്ചറ്റീനോ അവർ ഓൾ ഓൺ ചേഞ്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബുണ്ടസ് ലീഗ ബയൺ മ്യൂണിക് ഒഴികെ ബാക്കിയൊരു ക്ലബ്ബ് എനിക്ക് തോന്നുന്നില്ല പുള്ളി നീക്കാൻ നടക്കുന്നു. ആൻഡ് ബയൺ മ്യൂണിക് ഇൻട്രസ്റ്റഡ് അല്ലെന്ന് ക്ലിയർലി ഫബ്രീസിയോ പറഞ്ഞിട്ടുണ്ട്. ഫബ്രീസിയോ വന്ന് മെൻഷൻ ചെയ്തു അവരുടെ ബയൻ്റെ ഡയറക്ടർ പറഞ്ഞ കാര്യമൊക്കെ. സോ പോസിബിലിറ്റി AC Milan, നാപ്പോളി, മേ ബി ബാർസലോണ, മാൻ യുണൈറ്റഡ്. ഈ 4 പോസിബിലിറ്റി ആണ് മേ ബി ഒരു ബ്രൈറ്റണിൽ നിന്നൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ പോകാനായിട്ട് സാധ്യതയുള്ളത്. സോ എങ്ങോട്ടായിരിക്കും ആൾ പോകാമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അലഗ്രിയുടെ കാര്യത്തിലോട്ട് വരികയാണ്. സോ കഴിഞ്ഞ ദിവസം കോപ്പ ഇറ്റാലിയൊക്കെ നമ്മൾ യുവൻറ്റസ് അടിച്ച് കാര്യം അറിഞ്ഞ കാണുമല്ലോ. സോ ആ മാച്ചിന് ശേഷം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. സോ ബൈ ദ എൻഡ് ഓഫ് ദ സീസൺ അലഗ്രി പോകുമെന്നുള്ള രീതിയിൽ ഓൾമോസ്റ്റ് ഡിസിഷൻസ് എല്ലാം എടുത്താണ്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് സാക്കിയത് റീസൺ എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് മാച്ച് ആ പ്രസ് കോൺഫറൻസിൽ നടത്തിയ ചില പരാമർശങ്ങളും കൂടാതെ ടീമിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറോ മറ്റോ ഒക്കെ ആയിട്ട് പോസ്റ്റ് മാച്ച് ആൾ എന്തോ ഒരു സംസാരത്തിലൊരു തർക്കത്തിൽ ഏർപ്പെട്ടെന്നും ഒക്കെ പറഞ്ഞ് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. സോ അതിനുശേഷമാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് സാക്ക് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ വന്നത്. സോ ക്ലബിൻ്റെ ഫിലോസഫീസുമായിട്ട് പോകാൻ പറ്റാത്തവരെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് യുവൻറ്റസിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നമുക്കറിയാം അലഗ്രിയുടെ അണ്ടർ ഫാൻസ് ഹാപ്പി അല്ലായിരുന്നു. ബോർഡിൽ ലാസ്റ്റ് സീസൺ അലഗ്രിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ അവർക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനാൻഷ്യൽ ഇഷ്യൂ കാരണം പറ്റിയില്ല. സോ
ഈ ഒരു സീസണിൽ ഇപ്പം ബോർഡ് മെമ്പേഴ്സ് പലരെയും തമ്മിൽ പല സമയത്തും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പല സമയത്തും ടൈറ്റിൽ റേസിൽ അവർ ഉണ്ടായിരുന്നെങ്കിലും ഇവഞ്ച്വലി താഴെ പോയി ഇപ്പം 4th ആയിരിക്കുകയാണ്. ബൊളോഗ്ന 3rd ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. സോ ഇന്റർ മിലാനാണ് സ്കുഡേറ്റോ അടിച്ചിരിക്കുന്നത്. സോ ഒരു ടൈറ്റിൽ കോമ്പറ്റീഷൻ എന്നിടത്ത് നിന്നും ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 4th സ്പോട്ടിലോട്ട് പോയിരിക്കുകയാണ് യുവൻറ്റസ്. ആൻഡ് കോപ്പ ഇറ്റാലിയ അടിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും നല്ല രീതിയിലല്ല പോയിരിക്കുന്നത്. സോ നെക്സ്റ്റ് കോച്ചായിട്ട് വരിക തിയാഗോ മോട്ടെ ആയിരിക്കും എന്നാണ് സോഴ്സുകളെല്ലാം കൺഫേം ചെയ്യുന്നത്. സോ നമുക്കറിയാം ബൊളോഗ്നയിൽ വെച്ച ആള് ഹാഡ് എ മിറക്കിൾ സീസൺ ഈ സീസൺ അല്ലേ, ഒരു അടിപൊളി 1.5 സീസൺ ആയിരുന്നു. സോ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ബൊളോഗ്ന നെക്സ്റ്റ് സീസൺ ചാമ്പ്യൻസ് ലീഗ് കളിക്കും. പക്ഷേ യുവൻറ്റസ് തിയാഗോ മോട്ടയായിട്ട് ഡീൽ അഗ്രി ചെയ്തു എന്ന് പറഞ്ഞാണ് റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. സോ നമുക്ക് നോക്കാം. തിയാഗോ മോട്ടയും ആൻ അപ്കമിങ് ഹോട്ട് പ്രോസ്പെക്റ്റായി വരുന്നൊരു കോച്ചായിരുന്നു. ആൻഡ് ഹീ ഈസ് മൂവിങ് ടു വൺ ഓഫ് ദ ബിഗസ്റ്റ് ക്ലബ് ഇഫ് നോട്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈറ്റിൽസിൻ്റെ കാര്യത്തിൽ ദ ബിഗസ്റ്റ് ക്ലബ് ഇൻ ഇറ്റലി അല്ലേ, ലീഗ് ടൈറ്റിൽസിൻ്റെ കാര്യത്തിൽ യുവൻറ്റസിലോട്ടാണ് നീക്കുകയാണ്. നമുക്ക് നോക്കാം എന്താവും അവിടുത്തെ സിറ്റുവേഷൻസ് എന്ന്. സോ ഇതൊക്കെയാണ് ഓവറോൾ പറയാനായിട്ടുള്ള കാര്യം. ഇന്നാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയ മാച്ചുകളുണ്ട്. ചെൽസി 6th സ്പോട്ട് കൺഫേം ചെയ്യുമെന്ന് ഇന്നറിയണം. ന്യൂക്കാസിൽ തൊട്ട് കുറയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ടൈറ്റിൽ റേസിൻ്റെ ക്രൂഷ്യൽ ഫിക്സ്ചർ വെസ്റ്റ് ഹാം വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് വെസ്റ്റ് ഹാമും, അതുപോലെ തന്നെ എവർട്ടൺ വേഴ്സസ് ആർസണലും. സോ ആർസണൽ ഹോം മാച്ചാണ്. ആർസണലിനും ജയിക്കും സിറ്റിയും ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ബൈ 2 points ആർസണലിൻ്റെ കയ്യിൽ നിന്ന് ലീഗ് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്ന് ഈ മിറക്കിൾ നടക്കാനായിട്ടുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? നമുക്ക് നോക്കാം എന്താവുമെന്ന്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ.